വീട്ടുകാരി ബൈ ദീപ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. രാവിലത്തെ കാര്യങ്ങളാട്ടോ ഞാനിത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള കാര്യങ്ങൾ. അപ്പം രാവിലെ തന്നെ ഏറ്റിട്ട് ഞാൻ പ്രാർത്ഥന കഴിഞ്ഞിട്ടുണ്ട് അടുക്കളയിലേക്ക് പോവുകയുള്ളൂ. അപ്പം ബൈബിളൊക്കെ എടുത്തു വെച്ച് ഞാൻ വായിക്കുവാണ്. അപ്പം ഇത് ഞാൻ രാവിലെയും വൈകിട്ടും കിടക്കാൻ പോണതിന് മുമ്പും രാവിലെ ഏറ്റ് കഴിയുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കും കേട്ടോ. അങ്ങനെ എല്ലാവരെയും സമർപ്പിച്ചെന്ന് പ്രത്യേകിച്ച് മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം എന്നാലോ. അപ്പം മക്കളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഭർത്താവിനെയും അപ്പനെയും അമ്മേനെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇപ്പോഴാണെങ്കിൽ എനിക്ക് അപ്പനില്ല കേട്ടോ, അപ്പം മരിച്ചു പോയേ. അപ്പോൾ ഞാൻ അമ്മച്ചിക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചിട്ട് നിൽക്കുവാണേ. എന്നിട്ട് മാതാവിൻ്റെ രൂപത്തിലൊന്ന് തൊട്ട് വണങ്ങുകയും ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട്. അടുക്കളയിലോട്ട് വന്നിട്ട് ഇപ്പോൾ തലേദിവസം നമ്മൾ എല്ലാം കഴുകി വെച്ചിരിക്കുന്ന പാത്രങ്ങൾ അത് എടുത്ത് വെക്കണം കേട്ടോ. അപ്പം എൻ്റേതൊരു ചെറിയൊരു അടുക്കളയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പാത്രങ്ങളൊക്കെ വെക്കാനാണെങ്കിലും സൗകര്യക്കുറവുണ്ട്. അപ്പം ഉള്ളിടത്തൊക്കെ നമ്മൾ ഒതുക്കിയൊക്കെ വെച്ചിരിക്കുന്നു. അപ്പം കാപ്പിക്കും ചായക്കും കൂടെയുള്ള വെള്ളം അടുപ്പത്ത് വെച്ചേക്കുക കേട്ടോ. അപ്പം എനിക്കും മോൾക്കും രാവിലെ ഒരു ഗ്ലാസ് കാപ്പി വേണേ. അപ്പം കാപ്പി അടുപ്പത്ത് വെച്ചേക്കുക. അപ്പം കാപ്പി കുടിക്കണം എന്നുള്ളത് ഞങ്ങളുടെ നിർബന്ധം കേട്ടോ. അപ്പം അതിന് വേണ്ടി ആണ്. അപ്പം ഞാൻ ഒരു 2 രൂപയുടെയൊക്കെ ബ്രൂ കിട്ടൂലേ, ആ ബ്രൂ കേട്ടോ. മുന്തയിലേക്ക് ആ ഒരു മുന്തയിലാണ് നമ്മൾ കാപ്പി എടുക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് എനിക്കും ഒരു ഗ്ലാസ് മോൾക്കും. അപ്പോൾ ഈ കാപ്പി കുടിച്ചതിന് ശേഷം കേട്ടോ നമ്മൾ ചായക്ക് ഉണ്ടാക്കണതും ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞാൻ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ രാവിലെ ഫേസ്ബുക്കിലൊക്കെ പ്രാർത്ഥനകൾ ഇടുന്നുണ്ട്. അപ്പം ആ സമയത്താട്ടോ ഞാൻ ഈ പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നത്. അപ്പം കാപ്പി കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പം നമ്മുടെ കറിവേപ്പിലയുടെ അടുത്ത് വന്നിട്ടുണ്ട്. അതിനടുത്ത് ഞാൻ ഇപ്പോൾ വെള്ളം എന്ന് പറഞ്ഞാൽ മഴ പെയ്തൊന്നുമല്ലേ, വെള്ളം നനച്ചു കൊടുത്താട്ടോ. അപ്പോൾ ഇത് കാണുന്നത് ഭയങ്കര സന്തോഷമാണ് എനിക്ക്. കാരണം ഇതിൻ്റെ വലിയ ഇലകൾ കണ്ടോ. അപ്പോൾ നേരത്തെയൊക്കെ ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് മുറിച്ചെടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് മുറിക്കാൻ മടിയാണ്. കാരണം ഇതിൻ്റെ വലിയ ഇലകൾ നിങ്ങൾ കണ്ടോ. ഇതൊരു പ്രത്യേകതയുണ്ട്, ഭയങ്കര വലിയ ഇലകളാണ്. ഇതിന് നീട്ടമുണ്ട്, നല്ല സാധാരണ കറിവേപ്പില പോലെയല്ല, നല്ല നീട്ടമുണ്ട്. അപ്പം ഇറച്ചി കഴുകിയ വെള്ളവും മീൻ കഴുകിയ വെള്ളവും ഇതൊക്കെ ഞാൻ ഒഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇറച്ചി കഴുകിയ വെള്ളമാണ് അധികം ഒഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയിൽ കയറിപ്പോയി ചായ ആട്ടയും കൊണ്ടാട്ടോ അട ഉണ്ടാക്കിയത്, ശർക്കര വെച്ച്. അതും കഴിച്ചിട്ട് മിറ്റം അടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. മുറ്റത്ത് ഒത്തിരി കരിയിലയൊന്നുമില്ല, എപ്പോഴൊന്നും അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ പ്ലാവ് നിൽക്കുന്നുണ്ട്, തെങ്ങൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ തെങ്ങിൻ്റെയൊക്കെ ചെറിയ ഓലകൾ ചുമ്മാ ഈ പിള്ളേർ പറിച്ചിടും. പിന്നെ കടലാസൊക്കെ കാണും കേട്ടോ. അത് അടിച്ചു വാരിയ ശേഷം ഞാൻ കുറച്ച് തുണി അലക്കാറുണ്ടായിരുന്നു. ഇന്നിപ്പോൾ തുണികൾ കുറവാണ്. അപ്പോൾ പൈപ്പിലാണെങ്കിൽ വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ അലക്കുകയും ചെയ്യണം, വെള്ളം തീരുന്നതിന് മുമ്പ്. അപ്പോൾ ഇവിടെ ഒരു തണൽ പോലും ഇല്ല കേട്ടോ, നല്ല വെയിലാണ്. അപ്പോൾ വെയിലത്ത് നിന്നിട്ട് വേണം നമുക്ക് അലക്കാൻ. നമുക്ക് വാഷിംഗ് മെഷീനൊന്നുമില്ലേ. അപ്പം പൈപ്പിൽ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് അലക്കും കഴിയും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഓസ് താഴ്ചാടി നമ്മളതിൻ്റെ വീപ്പയിലേക്ക് ഓസിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് തുണികൾ വിരിച്ചിടാൻ വന്നപ്പം ഈ ഷീറ്റിൻ്റെ അടിയിലാട്ടോ തുണികൾ ഇടുന്നത്, പഴ കിട്ടിയിട്ടുണ്ട്. അപ്പം ആ തുണികൾ ഉണങ്ങിയതൊക്കെ ഞാൻ പറക്കി എടുക്കുവാണ്. അപ്പം എന്നിട്ട് വേണം ഇത് വിരിച്ചിടാൻ. അപ്പോൾ എൻ്റെ ചാനൽ നോക്കുവാണെങ്കിൽ തന്നെ പ്രാർത്ഥനയുടെ ഇതായിരുന്നേ. പക്ഷേ എനിക്കിപ്പോൾ ഒരു ഇത് വന്നേക്കുവാണ്, റീയൂസ്ഡ് കണ്ടൻറ്റാണെന്നും പറഞ്ഞ്. അപ്പോൾ എനിക്ക് അത് വീഡിയോസൊക്കെ മാറ്റിയേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ പ്രാർത്ഥനകൾ കേൾക്കാൻ ആയിട്ടാണ് അധികം ആൾക്കാർ വന്നതെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഇത് വന്നുകൊണ്ട് എനിക്കിപ്പോൾ ഇതിലേക്ക് മാറ്റേണ്ടി വന്നു. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥനകൾ ഏറ്റെടുത്ത പോലെ തന്നെ എൻ്റെ ഈ ചെറിയ ചാനലിൽ നിങ്ങൾ ഈ വീഡിയോസൊക്കെ നിങ്ങൾ ഏറ്റെടുക്കണം. അപ്പോൾ ഒത്തിരി സ്വപ്നങ്ങളുണ്ട്, 3 കുട്ടികളുണ്ട്. അപ്പം എൻ്റെ പ്രതീക്ഷകളാട്ടോ ഈ ചാനൽ.
അപ്പോൾ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണേ. പിന്നെ തുണികളൊക്കെ വിരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചോറുണ്ണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കറികളൊന്നും കാണിച്ചിട്ടില്ല. അപ്പം അവിയലും സാമ്പാറും രസവും മീൻ വറുത്തതുമൊക്കെയാണ്. ഇതിപ്പോൾ ഇന്നലത്തെ കറികളും ഉണ്ട്, അത് ചൂടാക്കിയതാണ് കേട്ടോ. അപ്പം താങ്ക് യു.